ഏതാണ്ട് 5:30 കഴിഞ്ഞു രണ്ടാളും തിരിച്ചു വീടെത്തിയപ്പോൾ. അവരെ കണ്ട് വനജ പെട്ടെന്ന് ഇറങ്ങി വന്നു. അവൾ വന്നില്ലല്ലോ ജിത്തു. അമ്മയുടെ വേവലാതി കണ്ട് അവൻ സമയം നോക്കി. മൂവിക്കൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങി ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവുള്ളൂ എന്നവൻ കണക്ക് കൂട്ടി. ചിലപ്പോൾ ഇറങ്ങുന്നുണ്ടാവുള്ളൂ. ബസ്സിലൊക്കെ കയറി വരുമ്പോൾ വൈകും. ഞാൻ പോയി കൂട്ടിയിട്ട് വരാം. വിശ്വജിത്ത് അങ്ങനെ തന്നെ ബൈക്ക് തിരിച്ചു വൃന്ദ പറഞ്ഞ ഓർബിറ്റ് മാളിലേക്ക് വിട്ടു. പോകുന്ന വഴി അവൻ ഫോണെടുത്ത് അവളെ വിളിച്ചു നോക്കി. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ കോൾ എടുത്തില്ല. ഫോൺ സൈലൻ്റ് ആയിരിക്കുമെന്ന് തോന്നിയത് കൊണ്ട് പിന്നെ ട്രൈ ചെയ്യാൻ നിന്നില്ല. ഓർബിറ്റിൻ്റെ പാർക്കിങ്ങിലേക്ക് കയറും മുന്നേ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇറങ്ങി വരുന്ന വൃന്ദയെ അവൻ കണ്ടു. 6-7 പേരുണ്ട്. 3 പെൺകുട്ടികളും 4 ആൺകുട്ടികളും. എല്ലാവരും കൂടി ഒന്നിച്ച് സംസാരിച്ച് പാർക്കിങ്ങിലേക്ക് പോകുന്നത് കണ്ട് അവനൊന്ന് ബൈക്കിൻ്റെ ഹോൺ അടിച്ചു. വിചാരിച്ച പോലെ തന്നെ എല്ലാവരും തിരിഞ്ഞു നോക്കി. അവൻ വൃന്ദയെ കൈ കാണിച്ചു വിളിച്ചു. അവൾ വേഗം അവരുടെ യാത്ര പറഞ്ഞു അവനരികിലേക്ക് വന്നു. അവരെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുന്നില്ലേ? ഏട്ടൻ്റെ അമ്മ പറഞ്ഞു വിട്ടതാണോ എനിക്കൊപ്പം ആരൊക്കെ ഉണ്ടെന്നറിയാൻ? അവന് നല്ല ദേഷ്യം വന്നു. തിരിച്ചു നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യം അല്ലാത്തതിനാൽ അവൻ ഒന്നും പറയാതെ അവളെ കയറ്റി ബൈക്ക് എടുത്തു. അവരെന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു. ഏട്ടൻ വന്നത് അവർക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആകും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അവൻ മിണ്ടുന്നില്ലെന്ന് കണ്ട് അവൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നാമത് ഇത്ര ദിവസം വിടില്ലെന്ന് പറഞ്ഞിട്ട് ഇന്നലെയാ സമ്മതിച്ചത്. എന്നിട്ട് തിരക്കി വരലും കൂടി ആയപ്പോൾ അവർക്കൊക്കെ ഇനി കളിയാക്കാൻ അത് മതി. വൃന്ദ മതി കനപ്പിച്ചവൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. പക്ഷേ ആ വൃന്ദവിളിയിൽ അവളൊന്ന് ഞെട്ടി. വീടെത്തും വരെ രണ്ടാളും മിണ്ടിയില്ല. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞു നിൽക്കേ, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞു നിൽക്കേ, ഒരു ലോലമാം നറുത്തുള്ളിയായി, ഒരു ലോലമാം നറുത്തുള്ളിയായി നിന്റെ നെറുകിലൊരുകുന്നതിൻ ഹൃദയം, ജൂണിലെ നിലാമഴയിൽ മഴയിൽ മഴയിൽ മഴയിൽ. ബെഡിൽ കുന്നുകൂടി കിടന്ന ഡ്രസ്സുകൾ മടക്കി വെക്കുന്നിടയിൽ നില പയ്യെ പാട്ട് മൂളുന്നുണ്ട്. മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ചേർത്ത് വെച്ച് പാട്ട് മൂളുന്നവളെ ജിതിൻ ഒന്ന് ചൂഴ്ന്നു നോക്കി. അലച്ചു തല്ലി നടക്കുന്നവൾ ഇങ്ങനെ മുറിയിൽ വന്നിരുന്ന് പാട്ടൊക്കെ പാടി തുണി മടക്കുന്നതിൽ ഒരു സംശയക്കണ്ണോടെയാണ് ജിതിൻ നോക്കിയത്. മടക്കിയ തുണി ബാഗിൽ വെക്കാൻ തിരിയുമ്പോഴാണ് വാതിക്കൽ നിൽക്കുന്ന ജിതിനെ നില കാണുന്നത്. എന്തിയേ? അവൾ പുരികം പൊക്കി തിരക്കി. ഇത് തന്നെയാണ് എൻ്റെയും ചോദ്യം. എന്തിയേ? എന്തിയേ? ഒറ്റയ്ക്കിരുന്നൊരു പാട്ടും ചിരിയുമൊക്കെ. ഓ, ഇവിടെ പാടാനും ചിരിക്കാനും പാടില്ല? ഇല്ല, പാടില്ല. ജിതിൻ ബെഡിലേക്ക് വന്നിരുന്നു. ജിതിനേട്ടൻ വലിയ സംസാരത്തിന് വരണ്ട. നേരത്തെ വരാമെന്ന് പറഞ്ഞു പോയ ആളല്ലേ നിങ്ങൾ? എന്നിട്ട് അങ്ങോട്ട് വന്നോ? അതുമില്ല. ഇച്ചിരി ലേറ്റായിടി. ഒന്ന് ഫ്രഷായി അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞു നിങ്ങളിങ്ങ് വരികയും ചെയ്തു. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിള എവിടെ വന്നിരുന്നേ? എന്തേ, വല്ല സീക്രറ്റും പറയാനുണ്ടോ? ഉവാ, എനിക്കല്ല, നിനക്കാണെന്ന് മാത്രം. പോരട്ടെ, മോളവിടെ ഏത് കമ്പിയിലാണ് ലൈൻ വലിച്ചു കൊണ്ടിരിക്കുന്നത്? നിള ഒന്ന് ചിരിച്ചു കാണിച്ചു. അത്ര അങ്ങോട്ട് ഇളിക്കല്ലേ, മര്യാദയ്ക്ക് ഡീറ്റെയിൽസ് പറഞ്ഞോ. നീലിമ എന്തായാലും നിന്നെ കുടയും. അന്നേരം എൻ്റെ സൈഡിൽ നിന്ന് എന്തേലും ഹെൽപ്പ് വേണമെങ്കിൽ ഡീറ്റെയിലായി പോരട്ടെ മോളെ. ഉറപ്പല്ലേ? അന്നേരം കാല് മാറില്ലല്ലോ. നീയാണേ ഉറപ്പ്. ബെസ്റ്റ്. നീള അവളുടെ തലയിൽ ജിതിൻ വെച്ച കൈ തട്ടിക്കളഞ്ഞു. എനിക്ക് പണിയെടുത്തുകൊണ്ട് സംസാരിക്കാൻ മൂടില്ല. ജിതിനേട്ടൻ കൂടി ഹെൽപ്പ് ചെയ്താൽ തുണികളൊക്കെ പെട്ടെന്ന് മടക്കി കഴിയും. എന്നിട്ട് നമുക്ക് ടെറസിൽ പോയി സംസാരിക്കാന്നേ.
ഓ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ആ ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചു. തൽക്കാലം നിങ്ങൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മാത്രം മടക്കിയാൽ മതി. നില അതിൽ നിന്ന് അവൻ്റെയും നീലിമയുടെയും തിരഞ്ഞെടുത്തു കൊടുത്തു. അവളുടെയും സേതിയുടെയും മടക്കി അവൾ ബാഗിലേക്ക് ആക്കി. ഓരോ കട്ടനും ചിപ്സും എടുത്താണ് അവർ ടെറസിൽ പോയിരുന്നത്. അല്ലടി, കഴിഞ്ഞ 1 വർഷമായി തോന്നാത്ത അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ സനിയോട് തോന്നാനുള്ള കാരണം എന്താണ്? അതുവരെ അവളുടെ കളിക്ക് കൂട്ടുനിന്നവൻ സനിയെക്കുറിച്ച് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്തിരി ഗൗരവത്തിൽ ചോദിച്ചു. അത് പിന്നെ ആ ചേട്ടൻ അത്ര പ്രശ്നമുള്ള ആളൊന്നുമല്ല. പാവല്ലേ, ഒന്ന് സെറ്റാവുമെന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. അയ്യേ, അല്ലാതെ നിനക്കിഷ്ടം തോന്നിയിട്ടൊന്നുമല്ല. വിട്ടുകളയടി. നിള മുഖം ചുളിച്ചു. നീ നിനക്കിഷ്ടം തോന്നുന്ന ഒരാളെ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ പറഞ്ഞ പോലെ സെറ്റാവുമെന്ന് ട്രൈ ചെയ്യ്. നിള ഒന്നും പറയാൻ പറ്റാതെ അവനെ നോക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് അവനെ അത്ര പിടിച്ചില്ല. നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആളൊരു പാവത്താൻ മട്ടാണ്. നമുക്ക് കുറച്ചുകൂടെ തല്ലിപ്പുളിയെ നോക്കാടി, അതാ നിനക്ക് ചേരുള്ളൂ. അയ്യടാ, നില അവൻ്റെ കയ്യിലടിച്ചു. എന്താ രണ്ടും കൂടി ഇവിടെ ഒപ്പിക്കുന്നത്? നീലിമ അവൾക്കൊപ്പം വന്നിരുന്നു. ഞാനിവിടെ ലവ് സ്റ്റോറി കേൾക്കായിരുന്നു. എന്ത്? നീലിമ ഞെട്ടി നിലയെ നോക്കി. നില ജിതിനെ നല്ലപോലെ സ്മരിച്ചു. ഒന്നുമില്ലാടി, ഏതോ തലയ്ക്ക് വെട്ടമില്ലാത്തവൻ ഇവളോട് ഇഷ്ടം വന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ വർഷമെങ്ങാണ്ട്. അതൊന്ന് പെരുപ്പിച്ച് കാട്ടി അവൾ ആളാവാൻ നോക്കിയതാ. ജിതിൻ വളരെ നിസ്സാരമായി അതൊഴിവാക്കി വിട്ടു. ദേ നീലെ, ആവശ്യമില്ലാത്തൊന്നും നിൽക്കണ്ട. അമ്മമ്മയുടെ നിന്ന് കിട്ടും നിനക്ക്. ഞാൻ ഒന്നിനുമില്ലേ. നീലിമ ഉപദേശക്കെട്ട് അഴിക്കും മുമ്പേ നില തൊഴുത് കാണിച്ചു. പിന്നെ 3 കൂടി നാളത്തേക്കുള്ള പ്ലാനിങ് ആയി. ബൈക്ക് നിർത്തിയതും വൃന്ദ വേഗം ഇറങ്ങി അകത്തേക്ക് പോയി. വിശ്വജിത്തിന് അകത്തേക്ക് കയറാൻ തോന്നിയില്ല. അവൻ അങ്ങനെയേ ഫ്രണ്ട്സിനെ കാണാൻ പോയി. വൃന്ദ റൂമിൽ ചെല്ലുമ്പോൾ സേതി നിലയെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. നിലയുടെ അച്ഛൻ്റെ നാട്ടിൽ പോയതൊക്കെ പറയാൻ സേതി വെമ്പൽ കൊണ്ടു. ഒരുപാട് രഹസ്യങ്ങൾ അടക്കി പിടിച്ച് അവളോട് സംസാരിക്കുമ്പോൾ സേതിക്ക് നല്ല കുറ്റബോധം തോന്നി. വൃന്ദ ഡ്രസ്സൊക്കെ മാറി കുളിച്ചു വന്നു. ചേച്ചി പോവാം? സേതി ഫോൺ വെച്ച് അപ്പച്ചിയോട് പറഞ്ഞിട്ട് തറവാട്ടിലേക്ക് പോയി. വൈഷ്ണവ് അവരെ കാത്തിരിപ്പായിരുന്നു. ഞാൻ പേടിച്ചു നിങ്ങളുടെ കൂടെ ജിത്തുവേട്ടനും ഉണ്ടാവുമെന്ന്. വൈഷ്ണവ് പറയുന്നത് കേട്ട് സേതി ചിരിച്ചു. ആഹാ, അപ്പോൾ എനിക്ക് മാത്രമല്ല നിനക്കും പണി തരുന്നുണ്ടല്ലേ? വൃന്ദ തിരക്കി. പിന്നെ രാവിലെ ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൻ്റെ കാര്യം ചോദിച്ചു പോയുള്ളൂ. ഉച്ചയ്ക്ക് ട്യൂഷന് ചെന്നപ്പോൾ ലാസ്റ്റ് ബെഞ്ചിൽ നിന്ന് എന്നെ ഫ്രണ്ടിൽ പിടിച്ച് ഇരുത്തിയപ്പോൾ മനസ്സിലായി ആള് പണി തുടങ്ങിയെന്ന്. സാരമില്ല മോനെ, വാ, പണി കിട്ടാൻ നമ്മുടെ ജീവിതം ഇനിയും ബാക്കിയാണ്. വൃന്ദ അവൻ്റെ തോളിൽ കൈയിട്ടു അകത്തേക്ക് കയറി. ബിന്ദു കാര്യമായ പാചകത്തിലാണ്. കുഞ്ഞാൻ്റി, സ്പെഷ്യൽ എന്താ? സേതിയേക്കാൾ മുന്നേ വൃന്ദ അടുക്കളയിലെത്തി. ആ വന്നോ? സേതി വന്നാൽ മാത്രം നീ ഇങ്ങോട്ട് ഇറങ്ങൂ. പിണങ്ങല്ലേ കുഞ്ഞാൻ്റി, ക്ലാസ് ഉള്ളോണ്ടല്ലേ. അവളൊരു ചെയർ വലിച്ചിട്ടിരുന്നു. പാപ്പം വന്നില്ലേ മേമേ? വന്നു, ചായക്ക് വലുതും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ. ഇപ്പോൾ എത്തും. അവർ ചായ ഗ്ലാസ്സുകളിൽ പകർന്നെടുത്ത് അതുമായി പുറത്തെ തിണ്ണയിൽ വന്നിരുന്നു. എല്ലാവരും ഓരോ ഗ്ലാസ് ചായ എടുക്കുന്ന നേരം കൊണ്ട് പ്രസന്നനും എത്തി. ചായ എടുത്താ? ഇന്നാ. കടലാസ് പൊതി നിവർത്തി തിണ്ണയിൽ വെച്ച് ആളും അവൾക്കൊപ്പം ഇരുന്നു. പലതരം എണ്ണപ്പലഹാരങ്ങൾ നിമിഷ നേരത്തിൽ തീർന്നു. എന്നാലും അവിടെ സംസാരം തീർന്നില്ല. തറവാട്ടിൽ ഇങ്ങനെ ഒന്നിച്ചു കൂടാൻ സേതിക്കും വൃന്ദയ്ക്കും ഇഷ്ടമാണ്. അതിന് പ്രധാന കാരണം ബിന്ദുവും പ്രസന്നനുമാണ്. അവർ നൽകുന്ന സ്നേഹവും കരുതലും എന്നും സ്പെഷ്യലാണ്. തുടരും. സ്നേഹത്തോടെ, അഭിനവി.